ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ക്വിക്കായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോസ് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. The first question is, name the fundamental or base quantities and units according to SI system. അതായത് ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റും ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്. ലെങ്ത്ത് മീറ്ററാണ് യൂണിറ്റ്, ദെൻ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറൻറ്റ് ആംപെയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻറ്റില. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ റേഡിയൻ, ദെൻ സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റ്സും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആംഗിൾ. എന്താണ് ആംഗിൾ എന്നുള്ളത്? അതായത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ആംഗിൾ ഡി തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഡി എസ് ബൈ ആർ ആണ്. ഓക്കെ, ഡി തീറ്റ എന്ന് പറയുന്നത് ചെറിയൊരു ആംഗിളാണ്. സോ ഡി എസ് ബൈ ആർ, ആർക്ക് ബൈ റേഡിയസ് ആണ്. ദെൻ ഡിഫൈൻ സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോളിഡ് ആംഗിൾ എന്താണ്? ദാറ്റ് ഈസ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ഗീവ്സ് സോളിഡ് ആംഗിൾ. ദാറ്റ് ഈസ് ഡി ഓം ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. ഡി ഓം ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. The next question is the method used to measure the distance of a star or a planet from the earth. അതായത് ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർ അല്ലെങ്കിൽ പ്ലാനറ്റ് എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് ഈസ് യൂസ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ ഓർ എ പ്ലാനറ്റ് ഫ്രം എർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the method used to measure the size or diameter of a planet or a satellite. അതും ഏത് തന്നെയാണ്? അതായത് ഡയമീറ്റർ ഓഫ് എ പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതേതാണ്? പാരലാക്സ് മെത്തേഡ് തന്നെയാണ്. ദറ്റ് ഈസ് പാരലാക്സ് മെത്തേഡ് ഈസ് യൂസ് ടു മെഷർ ദ സൈസ് ഓർ ഡയമീറ്റർ ഓഫ് എ പ്ലാനറ്റ് ഓർ എ സാറ്റലൈറ്റ്. The next question is how will you measure the distance of a star or planet ഫ്രം ദ എർത്ത് യൂസിങ് പാരലാക്സ് മെത്തേഡ്. അതായത് പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എർത്തിൽ നിന്ന് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഡയഗ്രം കാണാൻ പറ്റും. എ ബി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവേറ്ററീസ് ആണ്. അപ്പോൾ നമ്മൾ എർത്തിലുള്ള ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ സ്റ്റാറിനെ ഒബ്സർവ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്റ്റാറാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റാറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതായത് രണ്ട് പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴും അവയ്ക്കിടയിൽ എന്തുണ്ടാവും? ഒരു ഡിസ്റ്റൻസ് പാരലാക്സ് ഉണ്ടാവും അല്ലേ? ആ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്ന പാരലാക്സ് ആംഗിൾ. അതിനെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ബി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ എയും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസും ബിയും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് എന്താണ്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം, പാരലാക്സ് ആംഗിളാണ്. ഇനി ആദ്യം ചെയ്യുന്നത് എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യുന്നു. ബി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. ഇനി ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി എന്ന് കൊടുക്കാം അല്ലേ? ഈ ആർക്കിനെ, അതായത് ബി എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ക്യാപിറ്റൽ ഡി എന്ന് കിട്ടും. അതിൽ നിന്ന് ക്യാപിറ്റൽ ഡി അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് എർത്ത് അല്ലെങ്കിൽ സ്റ്റാർ ആൻഡ് എർത്താണ് കാണാനുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഡി വിൽ ബി ഈക്വൽ ടു ബി ബൈ തീറ്റ. വളരെ ഈസി ആയിട്ട് ഡിസ്റ്റൻസ്, അതായത് പ്ലാനറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാറിൽ നിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് പാരലാക്സ് മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് ഫ്രം ദ എർത്ത് ആണ്. സ്മോൾ ലെറ്റർ ബി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവേറ്ററീസ് ആൻഡ് തീറ്റ ഈസ് ദ
parallax angle. Now we have another question. How will you determine the diameter of a planet or diameter of moon using parallax method? അതായത് പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൂണിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്, ഇക്വേഷൻ സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് പ്ലാനറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലാനറ്റ് ആൻഡ് എർത്ത് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ആൽഫയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അതായത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാം, യെസ് ദ ഡിസ്റ്റൻസ് ഓർ ഡയമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആയതുകൊണ്ട് ആൽഫ വിൽ ബി ഈക്വൽ ടു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി. അതായത് ഡയമീറ്ററിനെ നമ്മളൊരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇനി സ്മോൾ ലെറ്റർ ഡി വിൽ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യാപിറ്റൽ ഡി. അവിടെ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് പ്ലാനറ്റ് ആണ്. ദെൻ ആൽഫ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഡി അറ്റ് ദ എർത്ത് ആണ്. ദെൻ ക്യാപിറ്റൽ ഡി ഇസ് ദ ഡിസ്റ്റൻസ് ടു ദ പ്ലാനറ്റ് ഫ്രം എർത്ത് ആണ്. സോ same method can be used to determine the diameter of planet or moon. Okay. The next question is light year is the unit of dash. Light year endinte unit aanu, distance or length. So light year is the unit of distance. Then next question is define light year. Endana light year? The distance that light travels in 1 year is called light year. അതായത് ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 year ഈസ് കോൾഡ് ലൈറ്റ് ഇയർ. അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാലോ, 3 × 10⁸ m/s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 1 ലൈറ്റ് ഇയർ ഈസ് ഡാഷ് മീറ്റർ. അതായത് ഈ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കണം. എത്രയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്? 9.46 × 10⁻15 മീറ്റർ. അതായത് 9.46 × 10⁻15 മീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് എമംഗ് ദീസ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്. അതായത് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ ഏതാണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? ലൈറ്റ് ഇയർ, ദെൻ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക്, ആങ്സ്ട്രോം. ഈ 4 ഏതാണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? ദാറ്റ് ഈസ് പാർസെക്. അതായത് പാരലാക്റ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക് എന്നാണ് പറയുക. അതാണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് പാർസെക്. ദെൻ 1 ആങ്സ്ട്രം ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1 ആങ്സ്ട്രം എത്രയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ, 10⁻⁻10 മീറ്റർ. സോ 10⁻⁻10 മീറ്റർ ഈസ് 1 ആങ്സ്ട്രം. The next question is define unified atomic mass unit. Unified atomic mass unit എന്ന് പറഞ്ഞാൽ 1 AMU എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓർ 1U എന്ന് പറയുന്നത് 1/12 ഓഫ് ദ മാസ് ഓഫ് എൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ഇൻക്ലൂഡിങ് ദ മാസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് 1/12 ഓഫ് ദ കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസ്, അതിൽ ഇൻക്ലൂഡിങ് ദ മാസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതിനെയാണ് നമ്മൾ 1U അല്ലെങ്കിൽ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.66 × 10⁻27 കിലോഗ്രാം ആണ്. അതായത് 1/12 ഓഫ് ദ മാസ് ഓഫ് എ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ഇൻക്ലൂഡിങ് മാസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, now we can move to the next question. The question is write dimensional formulae of ഫോളോയിങ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ ആ വീഡിയോ കാണുക. അല്ലാത്തവർക്ക് നമുക്ക് യൂണിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഡയമെൻഷൻ കാണാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് ഏരിയയാണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. സോ L² ആണ്. വോളിയം മീറ്റർ ക്യൂബാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്. സോ L³ ആണ്. ഓക്കെ. ഡെൻസിറ്റി കിലോഗ്രാം m⁻³ അപ്പോൾ എങ്ങനെ എഴുതാം? കിലോഗ്രാം എന്ന് പറയുമ്പോൾ മാസ്സാണ്. m⁻³ L⁻⁻3. സോ m L⁻⁻3. ദെൻ വെലോസിറ്റി m/s ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? L⁻⁻1. ദെൻ ആക്സിലറേഷൻ m/s². മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ബൈ ടൈം സ്ക്വയർ. സോ L⁻⁻2. നൗ മൊമെൻറ്റം എന്താണ്? യൂണിറ്റ് എന്താണ്? കിലോഗ്രാം m/s. സോ കിലോഗ്രാം ആയതുകൊണ്ട് മാസ് m. ദെൻ
meter, that is length, per second, so t raised to minus 1. So momentum is having ml t raised to minus 1. Now force is unit എന്താണ്, ന്യൂട്ടൺ, that is mass into acceleration ആണ്. So m into acceleration is lt raised to minus 2. ഓക്കെ. നൗ വർക്ക് ഓർ എനർജി, വർക്കും എനർജിയും എന്താണ്, സെയിം ഡയമെൻഷൻ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. അല്ലെങ്കിൽ എങ്ങനെ കാണാം, വർക്ക് അല്ലെങ്കിൽ എനർജി എങ്ങനെ കാണാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മളിപ്പോൾ കണ്ടതാണ്, എം എൽ ടി റേസ് ടു മൈനസ് 2 ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ്. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. നൗ പവർ എങ്ങനെ കാണാം, പവർ ഇസ് ഈക്വൽ ടു വാട്ടാണ് യൂണിറ്റ്. ഓക്കെ. സോ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, അതായത് ഡയമെൻഷൻ അറിയാം, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്, ഡിവൈഡഡ് ബൈ ടി. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 3 എന്ന് വരും. ഓക്കെ. ദെൻ ടോർക്ക് എന്താണ്, യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ദെൻ ഇൻറ്റു ലെങ്ത്ത് ചെയ്താൽ മതി. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. പ്രഷർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ റേസ് ടു മൈനസ് 2 ആണ്, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് എന്തായിരുന്നു, എം എൽ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ് അല്ലേ. സോ പ്രഷർ ഈസ് എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. നൗ സ്ട്രെസ് എങ്ങനെ കാണാം, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. സോ സെയിം ഡയമെൻഷൻ, എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. നൗ ലാസ്റ്റ് വൺ ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് എം എൽ റേസ് ടു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാണാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ സ്ട്രെസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ആണ് ബൈ സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. അതായത് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ്, അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ദെൻ സ്ട്രെയിൻ, അപ്പോൾ ഇവ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. അതായത് യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദേ ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. The next question is find the formula of gravitational constant using equation F is equal to g m1 m2 by r square. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, എഫിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതായത് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ്, ഇത് നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജിയുടെ ഡയമെൻഷൻ കാണണം, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കാണണം. അപ്പോൾ എങ്ങനെ കാണാം നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ജിയുടെ ഇക്വേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എന്താണ് വരിക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി m1 m2 എന്ന് വരും അല്ലേ. അതിൽ നിന്ന് ജി എങ്ങനെ കാണാം, ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്ന് എഴുതാമല്ലോ. ഇനി ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ കാണുക, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിയുടെ ഡയമെൻഷൻ കിട്ടും. അപ്പോൾ ആദ്യം എഴുതി നോക്കാം. അതായത് എഫ് ഡയമെൻഷൻ ഓഫ് എഫ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് m1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m2 ആണ്. ഓക്കെ. അതായത് എഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. സോ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു മാസ്, ദാറ്റ് ഈസ് എം ഇൻറ്റു എം. അടുത്ത കേസിൽ ഒന്ന് പവേഴ്സ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഓർ എം റേസ് ടു മൈനസ് 1 എം റേസ് ടു മൈനസ് 1 എന്ന് വരും അല്ലേ. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താ കിട്ടുന്നത്, എമ്മിൻ്റെ പവർ എത്രയാണ് വരുന്നത്, എം റേസ് ടു മൈനസ് 1, അതായത് എം ഉണ്ട് ഇവിടെ, എം റേസ് ടു മൈനസ് 2 ഉണ്ട്, അപ്പോൾ എം റേസ് ടു മൈനസ് 1, ദെൻ ദെൻ എൽ സ്ക്വയർ, സോ എൽ ക്യൂബ്, ദെൻ ടിയുടെ പവർ എത്രയാണ്, ടി റേസ് ടു മൈനസ് 2. സോ ജി ഈസ് ഹാവിങ് ദ ഡയമെൻഷൻ എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2. ക്ലിയർ.
അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഏതിൻ്റെ ഡയമെൻഷനാണോ കാണേണ്ടത് അതിനെ LHSൽ നിർത്തിക്കൊണ്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷനിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് എഴുതുക. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയമെൻഷൻ ആയിരിക്കും എന്ത്, അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണ്? വി ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ്, അതായത് ഒരു ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സിലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ്ലി എന്തായിരിക്കണം? ഷുഡ് ബി ദ സെയിം. അതായത് ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ same, or we can say that the magnitude of physical quantities may be added or subtracted only if they have the same dimensions. അതായത് സെയിം ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, the next question is using the method of dimensions check whether the equation is dimensionally correct or not. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് വേണ്ടത്. തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, S = ut + ½ AT ആണ്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യും? അതായത് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എഴുതി നോക്കാം. എന്നിട്ട് അവയെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? എസിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ദെൻ യുടെ ഡയമെൻഷൻ കാണണം. ut എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ LT⁻⁻1 into t, so that is L. Then ½ AT², ½ AT²ൽ ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ AT മാത്രമാണുള്ളത്. AT എന്ന് പറയുമ്പോൾ എന്താണ്? LT⁻² ഇൻറ്റു t ആണ് വരിക. സോ ദാറ്റ് ഈസ് LT⁻⁻1. സോ ഹൗ വി ക്യാൻ സേ, സിൻസ് ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ടേംസ് ആർ നോട്ട് ദ സെയിം, ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. അതായത് ഡയമെൻഷനലി കറക്റ്റ് അല്ല ഇക്വേഷൻ, കാരണം എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഒരുപോലെയല്ല. ഓക്കെ, now we have another question, that is using the method of dimension check whether the equation is dimensionally correct. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. ഇക്വേഷൻ ഇതാണ്, ½ mv² = mgh. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം ½ mv² ഡയമെൻഷൻ കാണുക, ദെൻ mghൻ്റെ ഡയമെൻഷൻ കാണണം. ഇവിടെ ½ mv² എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഹാഫിന് ഡയമെൻഷൻ ഇല്ല, ബാക്കിയുള്ളത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. സോ mL⁻⁻1² എന്ന് വരും അല്ലേ? സോ mL²T⁻² ആണ് ആദ്യത്തെ കേസ്. അതായത് ½ mv² എന്ന് പറയുന്നത്. mgh ആവുമ്പോഴോ, mgh എന്ന് പറയുമ്പോൾ m ഉണ്ട്, ദെൻ ജിയുടെ ഇക്വേഷൻ എന്താണ് വരിക? ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ LT⁻⁻2 ആണ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് L. അപ്പോൾ അവിടെ കിട്ടുന്നത് എന്താണ്? mL²T⁻² ആണ്. ഓക്കെ, എന്താണ് സ്ട്രെയിനിൻ്റെ ഡയമെൻഷൻ? സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല അല്ലേ? ബിക്കോസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ. സോ ദർ ഈസ് നോ ഡയമെൻഷൻ ഫോർ സ്ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് എന്താ എഴുതിയാൽ മതി? സ്ട്രെസ്സിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെ എഴുതിയാൽ മതി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക്. അതായത് mL⁻⁻1 T⁻⁻². ഓക്കെ, now the next question is again to check the correctness of the equation using dimensions, that is E = mc² ആണ്. ഇവിടെ E എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്. സോ എനർജിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇപ്പോൾ അല്ലേ? mL²T⁻⁻2 ആണ്. ഇനി mc² ഡയമെൻഷൻ കാണണം. m ഇൻറ്റു എമ്മിൻ്റെ ഡയമെൻഷൻ, അതുപോലെ ഇൻറ്റു സിയുടെ സ്ക്വയർ. സി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് അല്ലേ? സോ അവിടുത്തെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടാൽ പോരെ? അപ്പോൾ mL⁻⁻1² എന്ന് എഴുതാമല്ലോ. So that will be mL²T⁻². Okay,
അതായത് ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ ദ സെയിം ആൻഡ് ഹെൻസ് ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അതായത് രണ്ട് ഇക്വേഷൻസ് എന്താണ്, സെയിം ഡയമെൻഷൻസ് ആയതുകൊണ്ട് തന്നെ അവ ഡയമെൻഷനലി കറക്റ്റാണ്. Now we can move to the next question. The question is, in the given equation v is equal to x plus at, find the dimension of x, where v velocity, a acceleration and t time. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്, v is equal to x plus at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ x എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അക്കോർഡിംഗ് ടു ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ഇക്വേഷനകത്ത് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് വിയുടെ ഡയമെൻഷനും എക്സിൻ്റെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും സെപ്പറേറ്റ്ലി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി. ഇനി മൂന്നെണ്ണത്തിൻ്റെ ഡയമെൻഷൻ ഈക്വൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡയമെൻഷൻ കണ്ടാൽ അത് തന്നെ ആയിരിക്കുമല്ലോ ബാക്കി രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ ഡയമെൻഷൻ, അതായത് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് എന്ത് കിട്ടും, വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, യെസ്, ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -1. അത് തന്നെയാണ് എക്സിൻ്റെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. ക്ലിയർ? Now we can move to the next question. This is also a similar question. In the given equation, x is equal to a plus bt plus ct square. Find the dimensions of a, b and c. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ x is equal to a plus bt plus ct square ആണ്. ഇവിടെ കാണേണ്ടത് a, b, c, ഇവിടെ മൂന്നിൻ്റെയും ഡയമെൻഷൻസ് ആണ്. ഇനി തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, x എന്ന് പറയുന്നത് മീറ്ററിലാണ്, ദെൻ t is in seconds. അപ്പോൾ എങ്ങനെ കാണാം, ഇവിടെ നമുക്ക് എന്തിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അതായത് ആദ്യം ഇക്വേഷൻ എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം, എക്സിൻ്റെ ഡയമെൻഷൻ കാണാം. അതായത് ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് എയും എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എയുടെ ഡയമെൻഷൻ കിട്ടുമല്ലോ. എക്സ് എന്ന് പറയുന്നത് മീറ്ററിലാണെങ്കിൽ എക്സ് എന്തായിരിക്കും, ഒരു ലെങ്ത് ആയിരിക്കും. ഓക്കെ, അതായത് മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് എ വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്, ദാറ്റ് ഈസ് എൽ ആണ് ഡയമെൻഷൻ ഓഫ് എ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ബിയുടെ ഡയമെൻഷൻ കാണണം. അപ്പോൾ ബി വരുന്ന ടേം ഏതാണ്, ബി ടി ആണ് ഉള്ളത് അല്ലേ. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് അല്ലേ. അതായത് ഡയമെൻഷൻ ഓഫ് ബി ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെ ആവുമ്പോൾ ബിയുടെ ഡയമെൻഷൻ നമുക്കറിയില്ല, ബി ഇൻറ്റു എന്താ എഴുതാം, ടി. ഡയമെൻഷൻ ഓഫ് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ടൈമാണ്. സോ ബി ഇൻറ്റു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് എൽ. ഇനി അതിൽ നിന്ന് ബി കാണാമല്ലോ, ബി വിൽ ബി ഈക്വൽ ടു എൽ ബൈ ടി, ദാറ്റ് ഈസ് L t raised to -1. So dimension of B is L t raised to -1. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ ഡയമെൻഷനും ബി ടിയുടെ ഡയമെൻഷനും സെയിം ആയതുകൊണ്ട് അതിനൊന്ന് ഇക്വേറ്റ് ചെയ്തു, അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ബിയുടെ ഡയമെൻഷൻ കിട്ടും. അതായത് L t raised to -1 ആണ്. അടുത്ത കേസിൽ ഏതാ കാണേണ്ടത്, സി ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, സി ഉള്ള ടേമിനെ ഒന്ന് എടുത്തെഴുതാം. അതായത് സി ടി സ്ക്വയർ ആണ് ടേം. ഓക്കെ, അത് എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സിന് ഈക്വൽ ആണല്ലോ. നമ്മൾ എക്സ് തന്നെ എടുക്കാൻ കാരണം എന്താണ്, അത് കുറച്ചും കൂടി ഈസി ആയതുകൊണ്ടാണ്. നമുക്ക് ബാക്കി ടേമിനെയും വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് സി ടി സ്ക്വയർ എന്ന് പറയുന്നത് വേണമെങ്കിൽ ബി ടി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, പക്ഷേ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അതിന്ന് സിയുടെ ഡയമെൻഷൻ നമുക്കറിയില്ല, ദാറ്റ് ഈസ് സി ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എൽ ബൈ ടി സ്ക്വയർ. ഓക്കെ, സോ എൽ ടി റേസ് ടു -2 ആണ് എന്ത്, സിയുടെ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻസ് കിട്ടി. എ എന്ന് പറയുന്നത് എന്താണ്, എൽ ആണ്, ബി എൽ ടി റേസ് ടു -1, ദെൻ സി എൽ ടി റേസ് ടു -2. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the van der Waals equation of n moles of a real gas is P plus A by V square into V minus B is equal to nRT, where P is the pressure, V volume, T absolute temperature,
are molar gas constant and A, B, C are van der Waals constants. Then find the dimensional formula for A and B. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് van der Waals ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അവിടെ P പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി എന്ന് പറയുന്നത് NRT ആണ്. അതിൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് P പ്രഷറാണ്, വി വോളിയം, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, RM കോൺസ്റ്റൻ്റ് ആണ്, മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ദെൻ എ ബി സി ആർ ഓൾസോ കോൺസ്റ്റൻസ്, അതായത് van der Waals കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷൻസ് ആണ് കാണേണ്ടത്. ഇവിടുത്തെ ഇക്വേഷൻ കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, പിയുടെ ഡയമെൻഷനും എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അതായത് അക്കോർഡിംഗ് ടു ഹോമോജീനിറ്റി ദ ക്വാണ്ടിറ്റീസ് വിത്ത് സെയിം ഡയമെൻഷൻസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അതായത് ഒരേ ഡയമെൻഷൻസുള്ള ക്വാണ്ടിറ്റീസിനെ മാത്രമാണ് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പി പ്ലസ് എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, പിയുടെ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ ആണ് കാണാനുള്ളത് അല്ലേ. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വി സ്ക്വയർ. അതായത് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു വി സ്ക്വയർ എന്ന് എഴുതാം. പി എന്ന് പറയുന്നത് പ്രഷറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു, എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് വോളിയാണ്. അപ്പോൾ വോളിയം എൽ ക്യൂബ് വരും, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എൽ റേസ് ടു 6 എന്നാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഡയമെൻഷൻ എന്താണ് വരുന്നത് നോക്കി നോക്കൂ. എം എൽ റേസ് ടു എന്ത് വരും, -1 പ്ലസ് 6 എന്ന് വരും. അതായത് എൽ റേസ് ടു 5. ദെൻ ടി റേസ് ടു -2. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു 5 ടി റേസ് ടു -2 ആണ്. ഇനി അപ്പോൾ ഫസ്റ്റ് കേസിൽ എയുടെ ഡയമെൻഷൻ കണ്ടു. ഇനി കാണാനുള്ളത് ഏതാണ്, ബിയുടെ ഡയമെൻഷനാണ്. അപ്പോൾ ബി കാണണമെന്നുണ്ടെങ്കിൽ ബി വരുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കാം. അതായത് വി മൈനസ് ബി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സബ്ട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് എഴുതാം. വി എന്താണ്, വോളിയം. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വോളിയാണ്. അതായത് എൽ ക്യൂബ് എന്ന് എഴുതാം. അതായത് ബി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് ആണ്. So that is A is equal to m L raised to 5 T raised to -2 and B is equal to L cube. Clear? The next question is, suppose that the period of oscillations of a simple pendulum depends on its mass of the bob m, length L, acceleration due to gravity G. Derive the expression for its time period using the method of dimensions. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, അതായത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, 3 ക്വാണ്ടിറ്റീസ് ആണ്. മാസ് എം, ലെങ്ത് എൽ ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. നമുക്ക് കാണാനുള്ളത് എന്താണ്, യെസ്, ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, അതായത് ടൈം പീരീഡ് ടി കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണോ കണ്ടെത്താനുള്ളത് ആ ക്വാണ്ടിറ്റീനെ LHSൽ എഴുതാം. അതായത് ടി ആണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതിയതിന് ശേഷം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ ജസ്റ്റ് അതിൻ്റെ ഡയമെൻഷൻസിനെ XYZ എന്ന് കൊടുത്തിട്ട് എഴുതാം. അതായത് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ബോബിന് എം എന്ന് എഴുതാം, അതിൻ്റെ പവർ എക്സ് ആയിട്ട് എഴുതാം. അതായത് ഡയമെൻഷന് പകരം നമുക്ക് എക്സ് എന്ന് എഴുതാം, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ. ദെൻ എൽ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ ബോബാണ്. സോ എൽ റേസ് ടു വൈ എന്ന് കൊടുക്കാം. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ജി, സോ ജി റേസ് ടു സെഡ് എന്ന് എഴുതാം. ഇനി ഇതിനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, കാരണം നമ്മൾ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു, സപ്പോസ് കെ ഈസ് ദ കോൺസ്റ്റൻറ്റ്, സോ കെ ഇൻറ്റു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു സെഡ്. അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി കാണാനുള്ളത് ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻസ് കാണണം. അതായത് ടി എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം, ടി എന്ന് പറയുന്നത് M0 ആണ്, L0 ആണ്, സോ ടി റേസ് ടു 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ പവർ എത്രയാണ്, എം റേസ് ടു എക്സ് ആണ്, എൽ റേസ് ടു വൈ ആണ്. ദെൻ ജി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കാണാം, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, സോ എൽ ടി റേസ് ടു -2 ദെൻ ഹോൾ സ്ക്വയർ. ഇനി പവേഴ്സിനെ ഒന്ന്
മാറ്റി എഴുതി നോക്കാം. അതായത് m0 L0 t raised to 1 is equal to m raised to x L raised to y then L raised to z t raised minus 2z ആണ്. ഓക്കെ, ഇനി പവേഴ്സിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ എഴുതാം? m0 L0 t raised to 1 then എമ്മിൻ്റെ പവേഴ്സ് എത്ര ഉണ്ട്? m raised to x മാത്രമാണ്. L ആകുമ്പോൾ L raised to y ഉണ്ട്, z ഉണ്ട്. സോ L raised to y plus z then t raised to minus 2z എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഉള്ള ഡയമെൻഷൻസിനെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എമ്മിൻ്റെ പവേഴ്സ് എത്രയൊക്കെയാണ് വരുന്നത്? എമ്മിൻ്റെ പവർ എൽ എച്ച് എസിൽ 0 ആണ്, ആർ എച്ച് എസിൽ എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അടുത്ത ഡയമെൻഷൻസിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് വൈ പ്ലസ് സെഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതായത് എല്ലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദെൻ എൽ എച്ച് എസിൽ ദെൻ ആർ എച്ച് എസിൽ വൈ പ്ലസ് സെഡ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2z ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിന് സെഡിൻ്റെ വാല്യൂ എന്താ കിട്ടുക? -1/2. ഓക്കെ, ഇനി ഈ സെഡിൻ്റെ വാല്യൂ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ പ്ലസ് -1/2 ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 1/2. നമുക്ക് എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസിനെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു, അതായത് എക്സിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. എക്സ് 0 ആണ്. സോ എം റേസ് ടു 0 എൽ റേസ് ടു വൈ ആണ്. സോ ഹാഫ് ജി റേസ് ടു സെഡ് -1/2. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്കി നോക്കൂ. കെ ഇൻറ്റു എൽ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എൽ ആണ്. അതേപോലെ തന്നെ ജി റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1/g അല്ലേ? അപ്പോൾ അതിന് ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് k ഇൻറ്റു എൽ റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ജി റേസ് ടു ഹാഫ് എന്ന് എഴുതാം. എം റേസ് ടു 0 1 ആണ് അല്ലേ? അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് എഴുതാമല്ലോ. So that is the equation for time period of a simple pendulum using dimensions. Clear? The next question is write any two limitations of dimensional analysis. എന്തൊക്കെയാണ് dimensional analysisന്റെ limitations എന്ന് നോക്കാം. First one is dimensional analysis check only the dimensional correctness of an equation but not the എക്സാക്റ്റ് കറക്റ്റ്നെസ്. അതായത് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്തുകൊണ്ട് കഴിയില്ല. പക്ഷേ ഡയമെൻഷനലി അത് കറക്റ്റാണോ അതായത് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആണോ സെയിം ആണോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയൂ. അല്ലാതെ ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് വൺ ഈസ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ദിസ് മെത്തഡ്. അതായത് ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ഓക്കെ, ഒരു ഇക്വേഷനകത്ത് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയും അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ വി കനോട്ട് ഡെഡ്യൂസ് എ റിലേഷൻ ഇഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വി കാൺ ഡെഡ്യൂസ് ദ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ 3 ക്വാണ്ടിറ്റീസിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റീസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ടു ഡിറൈവ് ഇക്വേഷൻസ് ഇൻവോൾവിങ് മോർ ദാൻ 1 ടേം. അതായത് ഒരു ടേമിനേക്കാൾ കൂടുതൽ ടേംസ് വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫോർമുല കണ്ടെയ്നിങ് ട്രിഗ്നോമെട്രിക് എക്സ്പോണൻഷ്യൽ ഓർ ലോഗരിതമിക് ഫംഗ്ഷൻ കനോട്ട് ബി ഡിറൈവ് ഫ്രം ഇറ്റ്. അതായത് ഒരു ഇക്വേഷനകത്ത് ട്രിഗ്നോമെട്രിക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഓർ ലോഗരിതമിക് ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത്തരം ഇക്വേഷൻസ് നമുക്ക് ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ്. നമ്മൾ പഠിച്ചതാണ് ചില ക്വാണ്ടിറ്റീസിനെല്ലാം അതായത് സെയിം ഡയമെൻഷനുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് സെയിം ക്വാണ്ടിറ്റീസ് വരുന്ന സെയിം ഡയമെൻഷൻസ് വരുന്ന ക്വാണ്ടിറ്റീസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. സോ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. The next question is distinguish between accuracy and precision. എന്താണ് അക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള ഡിഫറൻസ്? അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ
ട്രൂ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റി, അതാണ് എന്ത് അക്യുറേറ്റ് വാല്യൂ എന്ന് പറയുക. അക്യുറസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ. എന്നാൽ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിസിഷൻ ടെൽസ് us ടു വാട്ട് റെസൊല്യൂഷൻ ഓർ ലിമിറ്റ് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. അതായത് കൂടുതൽ റെസൊല്യൂഷനോട് കൂടി മെഷർ ചെയ്യുന്നത് ഏതാണോ അതാണ് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളൊരു മീറ്റർ സ്കെയിലും വെർനിയർ കാലിപ്പേഴ്സും എടുത്തു കഴിഞ്ഞാൽ അതിലേതായിരിക്കും മോർ പ്രിസൈസ്? അതായത് വെർനിയർ കാലിപ്പേഴ്സാണ് മോർ പ്രിസൈസ്. നമുക്ക് കൂടുതൽ പ്രിസിഷനോട് കൂടി മെഷർ ചെയ്യാൻ പറ്റുന്നത് വെർനിയർ കാലിപ്പേഴ്സാണ്. ഇനി ഒരു വെർനിയറും ഒരു സ്ക്രൂ ഗേജും കമ്പയർ ചെയ്യുകയാണെങ്കിലോ അവിടെ സ്ക്രൂ ഗേജ് ആണ് മോർ പ്രിസൈസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ accuracy and precision. Accuracy tells us how close the measured value is to the true value, but precision tells us to what resolution or limit the quantity is measured. The next question is write 3 sources of systematic errors. എന്തൊക്കെയാണ് 3 സോഴ്സുകൾ സിസ്റ്റമാറ്റിക് എററിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ, ദെൻ പേഴ്സണൽ എറേഴ്സ്. ദീസ് 3 ആർ ദ സോഴ്സസ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഏതൊക്കെയാണ്? ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ആവാം, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പേഴ്സണൽ എറേഴ്സ്. സോ ദീസ് ആർ ദ സോഴ്സസ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു മീൻ ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? എന്താണ് ലീസ്റ്റ് കൗണ്ട്? അപ്പോൾ ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, ലീസ്റ്റ് ആയിട്ടുള്ള കൗണ്ട്, അതായത് സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ using a measuring instrument is called least count. That is the smallest value that can be measured by using a measuring instrument. അതായത് ഏറ്റവും നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. The next question is what do you mean by absolute error in a measurement? എന്താണ് absolute error? The magnitude of the difference between true value of the quantity and the individual measured value is called the absolute error of the measurement. അതായത് നമ്മൾ എടുക്കുന്ന മാഗ്നിറ്റ്യൂഡാണ്, അതായത് ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് എ മീൻ ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ്, എ മീൻ എന്ന് പറയുന്നത് അവിടുത്തെ ട്രൂ വാല്യൂ. ഓക്കെ, സോ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? യെസ്, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഇസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു മീൻ ബൈ റിലേറ്റീവ് എറർ ഓഫ് എ മെഷർമെൻറ്റ്? എന്താണ് റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ ഈസ് ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദ മീൻ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ്. അതായത് മീൻ അബ്സല്യൂട്ട് എററിനെ മീൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഈസ് കോൾഡ് റിലേറ്റീവ് എറർ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദ മീൻ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ്. The next question is what do you mean by percentage error of a measurement? എന്താണ് percentage error? That is the relative error expressed in percentage is called percentage error. അതായത് റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജ് ആയി റെപ്രസെൻറ്റ് ചെയ്താൽ എന്തായി? പെർസെൻറ്റേജ് എററായി. അതായത് ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100%. ദാറ്റ് ഈസ് ദ percentage error. That is relative error expressed in percentage is percentage error. Now we have a numerical. The question is we measure the period of oscillation of a simple pendulum. In successive measurements the readings turn out to be 2.63 second, 2.56 second, 2.42 second, 2.71 second and 2.80 second. Calculate the absolute errors, relative error and percentage error. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂസാണ് 2.63, 2.56, 2.42, 2.71 ആൻഡ് 2.80. ഇവിടെ കാണേണ്ടത് എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എ മീനാണ് കാണേണ്ടത്. എ മീൻ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ എല്ലാ റീഡിങ്സും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. അതായത് ഈ 5 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5.
So A mean is equal to 2.63 plus 2.56 plus 2.42 plus 2.71 plus 2.80 divided by 5. Okay, so that value is 13.12 by 5. So that will be equal to 2.624, that is 2.62 seconds. So A mean എന്ന് പറയുന്നത് എന്താണ് 2.62 seconds ആണ്. Now we have to find the absolute errors. Absolute errors എന്ന് പറഞ്ഞാൽ എന്താണ് magnitude of difference between true value measured value ആണ്. അപ്പോൾ നമ്മൾ measured value ഫസ്റ്റ് കേസിൽ 2.63 ആണ്. സോ ഡെൽറ്റ A1 is equal to modulus of 2.63 second minus 2.62 second ആണ്. That is 0.01 second. അടുത്തത് ഡെൽറ്റ A2 എന്ന് എഴുതാം. അതായത് രണ്ടാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയായിരുന്നു 2.56 സെക്കൻഡ് ആണ്. സോ മോഡുലസ് ഓഫ് 2.56 സെക്കൻഡ് മൈനസ് 2.62 സെക്കൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0.06 സെക്കൻഡ്. ഡെൽറ്റ A3 എന്ന് പറയുന്നത് എന്താണ് തേർഡ് റീഡിംഗ്, അതായത് മോഡുലസ് ഓഫ് 2.42 സെക്കൻഡ് മൈനസ് 2.62 സെക്കൻഡ്. സോ ദാറ്റ് ഈസ് 0.20 സെക്കൻഡ്. Then fourth one delta A4, that is modulus of 2.71 second minus 2.62 second, that is equal to 0.09 second. Delta A5 is modulus of 2.80 second minus 2.62 second, that is equal to 0.18 സെക്കൻഡ്. അതായത് അബ്സല്യൂട്ട് എറേഴ്സ് നമ്മൾ ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും എന്താണ് ചെയ്തത്, മെഷേർഡ് വാല്യൂവിൽ നിന്ന് നമ്മളുടെ മീൻ വാല്യൂ 2.62 സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് നിന്ന് നമുക്കിനി എന്ത് കാണാം, മീൻ അബ്സല്യൂട്ട് എറർ കാണാം. അതായത് ഈ അബ്സല്യൂട്ട് എറേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എങ്ങനെ എഴുതാം, ഡെൽറ്റ എ മീൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് വാല്യൂസ്, ഡെൽറ്റ എ മീൻ ഈസ് ഈക്വൽ ടു 0.01 സെക്കൻഡ് പ്ലസ് 0.06 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.18 ഹോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. സോ ദ വാല്യൂ ഇസ് 0.54 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എ മീൻ ഇസ് ഈക്വൽ ടു 0.11 സെക്കൻഡ് ആണ്. ഓക്കെ, now we can find relative error. Relative error എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ബൈ ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഡെൽറ്റ എ മീൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 0.11 സെക്കൻഡ് ആയിരുന്നു ഡിവൈഡഡ് ബൈ എ മീൻ എന്ന് പറയുന്നത് 2.6 ആണ്. സോ 0.11 ബൈ 2.6 എത്രയാണ് വാല്യൂ വരിക, ഡെൽറ്റ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് കാണാം, പെർസെൻറ്റേജ് എറർ കാണാം. ഇപ്പോൾ പെർസെൻറ്റേജ് എറർ കാണുന്നുണ്ടെങ്കിൽ എന്താണ്, റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആണ്. അതായത് 0.04 ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് 4%. സോ പെർസെൻറ്റേജ് എറർ ഈസ് 4%. Hope it is clear to you. Now we can move to the next question. Now we have another question. Two resistors of resistances R1 is equal to 8 plus or minus 0.4 ohm and R2 is equal to 6 plus or minus 0.3 ohm are connected in series. Determine the effective resistance. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, R1ൻ്റെയും R2ൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസാണ്, സീരീസ് കണക്ഷനാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് R എന്ന് പറയുന്നത് ഇവിടെ 8 പ്ലസ് ഓർ മൈനസ് 0.4 എന്ന് പറയുന്നത് എന്താണ്, 0.4 എന്ന് പറയുന്നത് അവിടുത്തെ എററാണ്. അതുപോലെ തന്നെ 6 പ്ലസ് ഓ മൈനസ് 0.3 എന്ന് പറയുന്നത് R പ്ലസ് ഡെൽറ്റ R ആണല്ലോ. സോ 0.3 ആണ് അവിടുത്തെ എറർ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ സീരീസ് കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം, R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. അതായത് 8 പ്ലസ് 6 ആണ് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 14 ഓം. അതുപോലെ തന്നെ എറർ ഇൻ മെഷർമെൻറ്റ് എങ്ങനെ കാണാൻ പറ്റും, ഡെൽറ്റ R1 പ്ലസ് ഡെൽറ്റ R2 കാണാമല്ലോ. ഡെൽറ്റ R1 ഈസ് 0.4 ആൻഡ് ഡെൽറ്റ R2 0.3. സോ സം ഈസ് 0.7 ഓം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം, R ഇസ് ഈക്വൽ ടു 14 പ്ലസ് ഓ മൈനസ് 0.7 ഓം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, അതായത് R1 R2 ആദ്യം ആഡ് ചെയ്യണം. അതിന് കൂടെ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡെൽറ്റ R1 ഡെൽറ്റ R2 സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് R പ്ലസ് ഓ മൈനസ് ഡെൽറ്റ R എന്ന് പറയുന്ന ഫോമിലാണ് എഴുതുന്നത്. സോ 14 പ്ലസ് ഓ മൈനസ് 0.7 ഓം ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്.
The next question is temperature of two bodies measured by a thermometer are T1 is equal to 50 plus or minus 0.5 degree Celsius and T2 is equal to 20 plus or minus 0.5 degree Celsius. Calculate the temperature difference and the error. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസും എററും ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് T1 T2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എങ്ങനെ കാണാം? 50 മൈനസ് 20. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? 50 മൈനസ് 20 ദാറ്റ് ഈസ് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഇനി എറർ എങ്ങനെയായിരിക്കും? യെസ്, ദാറ്റ് ഈസ് ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ആണ്. അതായത് 0.05 plus 0.05 ആണ്. സോ ദാറ്റ് വിൽ ബി 1 ഡിഗ്രി സെൽഷ്യസ്. സോ ദാറ്റ് ഈസ് ദ എറർ. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസിനെ എങ്ങനെ എഴുതാം? അപ്പോൾ 30 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ? The next question is the resistance R is equal to V by I, where V is equal to 100 plus or minus 5 volt and I is equal to 10 plus or minus 0.2 ampere. Find the relative error and percentage error in R. അതായത് നമുക്ക് R is equal to V by I ആണ് ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. ദെൻ ആറിൻ്റെ വാല്യൂവും ഐയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. അതായത് V എന്ന് പറയുന്നത് V പ്ലസ് ഓ മൈനസ് ഡെൽറ്റ വിയും ദെൻ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ഐയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് റിലേറ്റീവ് എറർ കാണാം? ഡെൽറ്റ ആർ ബൈ ആർ ആണല്ലോ റിലേറ്റീവ് എറർ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ എൽ ഐ ബൈ ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡെൽറ്റ ആർ ബൈ ആറിന് പകരം എന്ത് എഴുതാം? ഡെൽറ്റ വിയുടെ വാല്യൂ എത്രയാണ് വരിക? അതായത് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് 100 പ്ലസ് 5V ആണ്. 5 വോൾട്ടാണ് വരുന്നത്. സോ ഡെൽറ്റ വിക്ക് പകരം എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. ബൈ വി എന്ന് പറയുന്നത് 100 ആണ്. പ്ലസ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ഡിവൈഡഡ് ബൈ ഐ ഇസ് 10. അപ്പോൾ എന്ത് കിട്ടും? യെസ്, ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു 0.05 പ്ലസ് 0.02 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.07. അതായത് നമുക്ക് ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയുന്ന റിലേറ്റീവ് എറർ എത്രയാണ് കിട്ടിയത്? 0.07 ആണ്. ഇനി പെർസെൻറ്റേജ് എറർ എങ്ങനെ കാണാം? റിലേറ്റീവ് എറർ ഇൻറ്റു 100 അല്ലേ? അപ്പോൾ 0.7 into 100 that is equal to 7%. Clear? Now we have another question, that is the centripetal force of a body is given by F is equal to mv square by r. Write the expression for percentage error in centripetal force. അതായത് centripetal force എന്ന് പറയുന്നത് എത്രയാണ്? mv square by r ആണ്. ഇനി centripetal forceൻ്റെ കേസിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, വാല്യൂസ് തന്നിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കാണണം? പെർസെൻറ്റേജ് എറർ ഇൻ എഫ് എങ്ങനെ കാണാം? ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു 100 ആണ് അല്ലേ? സോ ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു 100% ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ പെർസെൻറ്റേജ് എറർ എന്തായിരിക്കും വരിക? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് വി സ്ക്വയറിനെ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതാം ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ, ദറ്റ് ഈസ് ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100%. The next question is the percentage error in the measurement of length and breadth of a rectangle are 4% and 1.5% respectively. Calculate the percentage error in the measurement of area of rectangle. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 4% ആൻഡ് 1.5% ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഏരിയയുടെ മെഷർമെൻറ്റിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എററാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏരിയ എങ്ങനെ കാണുക? ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എങ്ങനെ കാണുക? എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ആണ് അല്ലേ? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുണ്ടാവുന്ന മാക്സിമം പോസിബിൾ എറർ എങ്ങനെ കാണുക? റിലേറ്റീവ് എറർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. സം ഓഫ് റിലേറ്റീവ് എറേഴ്സ് ആണ്. സോ ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% എന്ന് പറയുന്നത് എന്താണ്? ദെൻ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100% എന്ന് കിട്ടുമല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ
ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ഈസ് 4%. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100ന് പകരം എന്ത് എഴുതാം? 4% പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാണ്? 1.5% ആണ്. ദാറ്റ് ഈസ് ദ percentage error in breadth. So 1.5% കൂടെ ആഡ് ചെയ്യാം. So 4 plus 1.5 that is 5.5%. That is the percentage error in the measurement of area. Okay. The next question is the length, breadth and thickness of a block is measured using vernier calipers. The percentage errors in the measurements are 2%, 1% and 3% respectively. Estimate the percentage error in its volume. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇവ മെഷർ ചെയ്തിട്ടുള്ളത് ഒരു വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് എറേഴ്സ്, അതായത് ലെങ്ത്തിലുള്ളത് 2%, ദെൻ ബ്രെഡ്ത്തിലുള്ളത് 1% ആണ്, ദെൻ തിക്നെസ് 3% ആണ്. 3% എറേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം. അപ്പോൾ എങ്ങനെയാണ് വോളിയം ഓഫ് ദ ബ്ലോക്ക് കാണാം? അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ വോളിയം വിൽ ബി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് അല്ലേ. സോ വി ഈസ് ഈക്വൽ ടു എൽ ബി ടി എന്ന് എഴുതാം. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണല്ലോ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം. സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ്. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇവിടെ അല്ലേ. അതായത് 2% പ്ലസ് 1% പ്ലസ് 3%, ദാറ്റ് വിൽ ബി 6%. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് if percentage error in measurement of velocity and mass are 2% and 4% respectively, estimate the percentage error in kinetic energy. അതായത് വെലോസിറ്റിയിലും മാസിലും ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 2 and 4% ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എററാണ് കാണേണ്ടത്. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? K is equal to half mv² ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് കാണാൻ നോക്കാം. അതായത് ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100 ആണല്ലോ പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100% പ്ലസ് വി സ്ക്വയർ ആയതുകൊണ്ട് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 ആണ് 4% എന്ന് തന്നിട്ടുള്ളത്. അതായത് പെർസെൻറ്റേജ് എറർ ഇൻ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 എന്ന് പറയുന്നത്, അതായത് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എറർ ഇൻ വെലോസിറ്റിയാണ്. സോ ദാറ്റ് ഈസ് 2%. അപ്പോൾ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 എന്ന് എഴുതാം. സോ ടോട്ടൽ വിൽ ബി 4 + 4, ദാറ്റ് ഈസ് 8%. ക്ലിയർ? നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The question is, a physical quantity P is related to 4 observables A, B, C and D as P is equal to A cube B square by root C into D. The percentage errors of measurements in A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? P എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഇക്വേഷൻ ഈസ് എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഇൻറ്റു ഡി ആണ്. അപ്പോൾ അതിൽ എ, ബി, സി, ഡി ഇവയിലുള്ള പെർസെൻറ്റേജ് എറേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 1%, 3%, 4% ആൻഡ് 2% ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പിയിൽ ഉള്ള പെർസെൻറ്റേജ് എററാണ്. അതായത് പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലുള്ള ടോട്ടൽ പെർസെൻറ്റേജ് എറർ എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. പി ഈസ് ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഇൻറ്റു ഡി ആണ്. ഇവിടെ പിയിലുണ്ടാവുന്ന പെർസെൻറ്റേജ് എററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതായത് റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബിനെ നമുക്ക് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതാമല്ലോ, ഇൻറ്റു 100 പ്ലസ് ബി സ്ക്വയറിനെ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്ററിലുള്ളത് എന്താണ്? റൂട്ട് സി ആണ്. റൂട്ട് സിനെ c⁻1/2 എന്ന് എഴുതാമല്ലോ. സോ പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സാണ് വന്നിട്ടുള്ളത് അല്ലേ. അതായത് ഡിനോമിനേറ്ററിൽ വരുന്നതാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അഡീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിലും സെയിം റൂളാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം റൂളാണ് ചെയ്യുന്നത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അതായത് ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈക്വൽ ടു
3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ പെർസെൻറ്റേജ് എറർ ഇൻ എ ആണ്. സോ ദാറ്റ് ഈസ് 1%. ഓക്കെ, സോ 3 ഇൻറ്റു 1% പ്ലസ് ഇവിടെ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് എറർ ഇൻ ബി ആണ്, ദാറ്റ് ഈസ് 3%. സോ പ്ലസ് 2 ഇൻറ്റു 3% പ്ലസ് അടുത്ത കേസിൽ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് പറയുന്നത് 4% ആണ്. സോ ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് ഇൻറ്റു 4% പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എന്ന് പറയുന്നത് 2% ആണ്. സോ ദാറ്റ് ഈസ് 2%. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ദ ആൻസർ ഈസ് 13%. ടോട്ടൽ 13% ആണ് പെർസെൻറ്റേജ് എറർ ഇൻ പി. ക്ലിയർ? Now we can move to the next question. The question is, find the number of significant figures in following numbers. തന്നിട്ടുള്ള നമ്പേഴ്സിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് നമ്പർ 0.02380 ആണ്. അപ്പോൾ അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? അതായത് ഫസ്റ്റ് വരുന്ന സീറോയ്ക്ക് ശേഷം, അതായത് ബിഫോർ എ നോൺ സീറോ നമ്പർ എന്താണ്? ഒരു സീറോ ഉണ്ട്, അതായത് 0.0 ഉണ്ട്. അപ്പോൾ അതെന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി 2380 എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അടുത്ത കേസിൽ 23.08, അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 ആണ് അല്ലേ? അതായത് ആഫ്റ്റർ ദ ഡെസിമലാണ് 0 വരുന്നത്. സോ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ്. അടുത്തത് 23.80, അവിടെയും എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് 2380, അവിടെ എത്രയാണ് ഉണ്ടാവുക? കാരണം ലാസ്റ്റ് വരുന്നത് ഒരു ഹോൾ നമ്പറിൻ്റെ കേസിൽ ലാസ്റ്റ് വരുന്ന സീറോസ് എന്ന് പറയുന്നത് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് 3 ആണ്, അതായത് 238 മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. അടുത്ത കേസിൽ 43.00, ഡെസിമലിന് ശേഷം വരുന്ന സീറോസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ. നെക്സ്റ്റ് ഈസ് 4300. ഇനി ഹോൾ നമ്പർ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4ഉം 3 മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. സോ 2 is the number of significant figures. Next is 4.700 into 10⁻². അതായത് 4.700 കഴിഞ്ഞിട്ട് അവിടെ എന്തുണ്ട്? 10ൻ്റെ പവേഴ്സ് ഉണ്ട്. പക്ഷേ 10ൻ്റെ പവേഴ്സ് എന്ത് ചെയ്യില്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4700, അതായത് 4 അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് 4.700 into 10⁻³ അതായത് പവർ എത്ര തന്നെ ആയാലും എന്ത് വ്യത്യാസം വരില്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് മാറ്റം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്രയാണ് വരിക? 4 ആണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ക്ലിയർ? The next question is, if the mass of an object is measured to be 4.237 gram, that is 4 significant figures are there, and its volume is measured to be 2.51 centimeter cube, that is 3 significant figures, then find its density in appropriate significant figures. അതായത് അതിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് കാണാനുള്ളത്. അതായത് മാസും വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഡെൻസിറ്റി കാണാം? ഡെൻസിറ്റി ഈസികൾ മാസ് ബൈ വോളിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതായത് 4.237 by 2.51 ആണ്. സോ ദാറ്റ് ഈസ് 1.68847 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ, അതായത് ഡിവിഷൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും എന്താണ്? ലീസ്റ്റ് വാല്യൂ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ആണ് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യേണ്ട നമ്പർ. അതായത് 1.69 gram/cm³ ആണ് ഇവിടുത്തെ ഡെൻസിറ്റി. ഓക്കെ, ഇനി അടുത്ത കേസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് 436.32 gram, 227.2 gram ആൻഡ് 0.301 gram ടു അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഇതാണ്, 663.821 gram ആണ്. ഇനി അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിൽ എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? അതായത് ഏത് നമ്പറിനാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ വാല്യൂസ് ഉള്ളത്, ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ളത്, അതായത് ഡെസിമലിന് ശേഷം ഏറ്റവും കുറവ് നമ്പേഴ്സ് വരുന്നത് അല്ലെങ്കിൽ ഡിജിറ്റ്സ് വരുന്നത് ഏതിലാണോ അത്രയും ഡിജിറ്റ്സിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റൗണ്ടഡ് ടു 1 ഡെസിമൽ പ്ലേസ് ആണ് അല്ലേ? അതായത് 227.2 എന്ന് പറയുന്നതിൽ ഡെസിമലിന് ശേഷം ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമാണ് വരുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് ഒരു ഡെസിമൽ പ്ലേസിനായിരിക്കണം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 663.8 gram ആണ്. അതായത് ഒരു ഡെസിമൽ പ്ലേസിനാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂമറിക്കൽസ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്,
അതുപോലെ തന്നെ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.